ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ള പ്രൊമോയാണ്, പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രൊമോ എന്നുകൂടി പറയേണ്ടി വരും. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കണ്ടത്. വളരെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ പ്രൊമോയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയെന്ന് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിലൂടെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം, വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നത്. അനുപമ വലിയൊരു ചതിക്കുഴിയാണ് അർജുന് വേണ്ടി ഇന്ന് ഒരുക്കി വെച്ചിരുന്നത്. അർജുൻ പാവം ഇതൊന്നും അറിയാതെ വന്ന് പെടുകയായിരുന്നു. രാഘവനുണ്ണിയുടെ പേരും പറഞ്ഞ് ഹരീന്ദ്രൻ വക്കീലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കി അർജുനെ തീർത്ത് കളയാനുള്ള പ്ലാനുകളായിരുന്നു അനുപമയ്ക്കും ഹരീന്ദ്രൻ വക്കീലിനും ഉണ്ടായിരുന്നത്. കൃത്യസമയത്ത് നമ്മുടെ പാർത്ഥസാരഥി എത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ അർജുൻ ഇന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയത് കേട്ടോ. ഇല്ലെങ്കിൽ അർജുന് ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നില്ല. കാര്യം നമുക്കറിയാം, കുളത്തിൽ വീണു നീന്തൽ നമ്മുടെ അർജുൻ അറിയില്ല. എന്താണെങ്കിലും ഒരു ദൈവദൂതനെ പോലെ വന്ന് നമ്മുടെ പാർത്ഥസാരഥി നമ്മുടെ അർജുനെ രക്ഷിച്ചു. അർജുൻ ഇന്ന് കണ്ണ് തുറന്നപ്പോൾ പാർത്ഥസാരഥിയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അർജുൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന്. തലയ്ക്ക് ഏറ്റ ഒരു അടി കൊണ്ട് പല കാര്യങ്ങളും അർജുൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മറുവശത്ത് വലിയൊരു ആപത്ത് അർജുനെ കാത്തിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, അഞ്ജലിയും അമ്പാടിയും നമ്മുടെ അർജുനെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നേരമായി അർജുന് മിസ്സിങ് ആയിട്ട് അവർ പലതവണ മാറി മാറി ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോഴൊന്നും അർജുന് കിട്ടുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ അഞ്ജലിക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിൽ തോന്നുന്നുണ്ട്. രാജീവ് എന്നെ ചതിക്കുകയാണ് എന്ന ചില തോന്നലുകളൊക്കെ അഞ്ജലിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. അത് പല രീതിയിൽ നമ്മുടെ അമ്പാടിയുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. കാരണം അർജുൻ ഒരിക്കലും, അതായത് രാജീവ് ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് അഞ്ജലി കൊണ്ടുപോകാം എന്നൊരു വാക്ക് പറയുന്നില്ല. അതാണ് ചില സംശയങ്ങൾക്ക് അഞ്ജലിക്ക് ഇടയാക്കുന്നത്. അത് പല രീതിയിൽ രാജീവിനോട് പറഞ്ഞിട്ട് നമ്മുടെ അർജുനോട് പറഞ്ഞിട്ടും അർജുൻ അത് സമ്മതിക്കുന്നില്ല. ഇനിയും സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ചില സംശയങ്ങൾ അഞ്ജലിക്കുള്ളത്. ഇന്ന് അമ്പാടിയോട് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ പറയുകയുണ്ടായി. അഞ്ജലി പറയുന്നുണ്ട്, എന്നെ ആരോ ചതിക്കുന്ന പോലെ തോന്നുകയാണ്. ഞാനേതോ വലിയൊരു ട്രാപ്പിൽ വന്ന് പെട്ടതുപോലെ, ഞാൻ വഞ്ചിക്കപ്പെട്ടതുപോലെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്പാടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല അഞ്ജലിക്ക് എല്ലാം വെറുതെ തോന്നുന്നതാണ്. അവനിപ്പോൾ തന്നെ തിരിച്ചു വരിക, രാജീവ് ഇപ്പോൾ തന്നെ തിരിച്ചു വരും, അപ്പോൾ അവനെല്ലാം റെഡിയാക്കി തരും. അഞ്ജലി ഇങ്ങനെ വിഷമിക്കാതിരിക്കുക. പക്ഷേ അങ്ങനെയൊക്കെ അമ്പാടി പറഞ്ഞ് ആശ്വസിപ്പിക്കും എങ്കിൽ പോലും അഞ്ജലിക്ക് ചില ധാരണകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. എന്തോ ഒരു വലിയ രഹസ്യം രാജീവ് തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാതെ രാജീവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. അതിനുള്ള മറുപടി എന്താണെങ്കിലും രാജീവ് ഇന്ന് തന്നേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് അഞ്ജലി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ അർജുൻ തിരിച്ചു വന്നാൽ വലിയൊരു ചോദ്യം അഞ്ജലിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. രാജീവ്, ഇനി എനിക്ക് എന്താണെങ്കിലും കാത്തിരിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ രാജീവ് എന്നെയും കൂട്ടിയിട്ട് രാജീവിൻ്റെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ബന്ധം നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തില്ല. എനിക്ക് എവിടേക്ക് പോകണമെന്നറിയില്ല. എങ്കിൽ പോലും രാജീവ്, ഇത്രയധികം പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടും രാജീവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നില്ല. അതിൽ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. എന്നോട് പറയാത്ത എന്തോ ഒരു വലിയൊരു രഹസ്യമുണ്ട്. അങ്ങനെയായിരിക്കും നമ്മുടെ അഞ്ജലി കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ അർജുൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ഇതൊന്നും അറിയാതെയാണ് അഞ്ജലി അർജുനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അർജുനെ വീണ്ടും വിഷമിപ്പിക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയുടെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. വളരെ ഷോർട്ടായിട്ടുള്ള പ്രൊമോയാണ്, പക്ഷേ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വലുതാണെന്ന് പ്രൊമോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം കണ്ട സീന എന്ന് പറയുന്നത്, നമുക്കറിയാം അനുപമയും ഹരീന്ദ്രനും വക്കീലും കൂടി അർജുനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചടുക്കി നമ്മുടെ പാർത്ഥസാരഥി കൊടുത്തു. പക്ഷേ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അർജുനെ കൊന്നേ പറ്റൂ, അർജുനെ ഇല്ലാതാക്കിയേ പറ്റൂ. അതിനുള്ള അടുത്ത കുറുക്കു വഴി അവർ തേടുകയാണ്. അനുപമയുടെ ബുദ്ധി തന്നെ ആയിരിക്കും ഹരീന്ദ്രൻ വഴി ചെയ്യുന്നതായിരിക്കും. ഹരീന്ദ്രൻ ഇന്ന് നൈസായിട്ട് ഫോൺ വിളിച്ചിട്ട് കുറുപ്പിനോട് പറയുകയാണ്, അതെ, നിങ്ങളുടെ മകളെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന അർജുൻ, അവൻ നിങ്ങളുടെ ശത്രു അഡ്വക്കേറ്റ് അഞ്ജലിയെ പ്രേമിക്കുകയാണ്. അവർ തമ്മിൽ കടുത്ത പ്രേമത്തിലാണ്. ഇത് കേട്ടിട്ട്
കുറിപ്പ് ആകെ ഷോക്കഡായി പോവും. കാവ്യ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എല്ലാവരും ഇത് കേട്ട് ഷോക്കഡായി നിൽക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു തന്ത്രം ഉപയോഗിക്കുന്ന വേറൊന്നുമല്ല, അതായത് ഇവർ നൈസായിട്ട് കുറിപ്പിനെ വെച്ച് കളിക്കുകയാണ്. കുറിപ്പിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും കുറിപ്പ് അഞ്ജലിയെ അർജുനെയും തീർത്ത് കളയുന്നറിയാം. കാരണം കാവ്യയെ ചതിച്ചിട്ട് അഞ്ജലിയെ കല്യാണം കഴിക്കാനായിട്ട്, അതായത് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അഞ്ജലിയെ കല്യാണം കഴിക്കാനായിട്ട് അർജുൻ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പ് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നൈസായിട്ട് അങ്ങോട്ട് ഒരു കുറുപ്പിന് വെച്ചുള്ളൊരു പണിയാണ് അനുപമയും ഹരീന്ദ്രൻ വക്കീലും കൂടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി എന്താണെങ്കിലും അനുപമയായിരിക്കും. ഇത്രയധികം ബുദ്ധിയൊന്നും ഹരീന്ദ്രനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അനുപമയുടെ ഐഡിയാസൊക്കെ കൊള്ളാം കേട്ടോ. ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയിൽ ഏറ്റവും അവസാനം കാട്ടിയ സീനുകൾ നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് കാട്ടുന്നത്. നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി. നമുക്കറിയാം, വലിയൊരു ആപത്തിൽ നിന്ന് അർജുൻ തിരിച്ചു വരുമ്പോൾ അതിലും വലിയൊരു കെണി, വലിയൊരു ദുരന്തമാണ് അർജുനെ കാത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ അർജുൻ വരുമ്പോൾ തന്നെ അർജുൻ എവിടെയെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അർജുനോട് അന്വേഷിക്കാനായിട്ട് നിൽക്കത്തില്ല. അഞ്ജലി ചോദിക്കും, രാജീവ് ഇത്രയും അധികം നേരം എവിടെയായിരുന്നു? എനിക്ക് ഒരേ ഒരു കാര്യം രാജീവിൽ നിന്ന് അറിഞ്ഞാൽ മതി. രാജീവ് പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ രാജീവ് എങ്ങോട്ട് പോയതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് രാജീവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഈ അമ്പാടിയുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ കഴിയും? ഇപ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അമ്പാടിയുടെ പെങ്ങൾക്കൊന്നും ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് ഒരിക്കലും പറ്റത്തില്ല രാജീവ് ഇനിയെങ്കിലും രാജീവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. ഇങ്ങനെ അഞ്ജലി പറയുമ്പോൾ രാജീവ് പറയും, അതായത് നമ്മുടെ അർജുൻ പറയും, തൽക്കാലം എനിക്ക് കുറച്ച് ദിവസങ്ങളിൽ കൂടി സമയം തരണം അഞ്ജലി, അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. എനിക്ക് തന്നോട് ഇപ്പോൾ അതൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. എല്ലാം ഞാൻ വിശദമായിട്ട് പറയും. എനിക്ക് കുറച്ച് സാവകാശം കൂടി തന്നേ പറ്റുള്ളൂ അഞ്ജലി. ഇങ്ങനെ നമ്മുടെ അർജുൻ പറയുമ്പോൾ അതൊന്നും ഒരു രീതിയിലും കേൾക്കാനായിട്ട് നമ്മുടെ അഞ്ജലി തയ്യാറല്ല. കാരണം ഇത് നമുക്കറിയാം, ഓൾറെഡി ഒരുപാട് ദിവസങ്ങളായി അഞ്ജലി അർജുനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും നമ്മുടെ അർജുൻ്റെ വീട്ടിൽ അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിയെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പോകാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ അഞ്ജലി ഉള്ളത്. അപ്പോൾ പോകാനുള്ള ഒരു അടുത്തൊരു ഇടം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ്. അവിടേക്കാണെങ്കിൽ സ്വന്തം ഭർത്താവ് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ അഞ്ജലി ഇത് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ചില സംസാരങ്ങൾ ഇവർ തമ്മിലുണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പ്രൊമോയിൽ കണ്ടതുപോലെ സീൻ നടക്കുന്നത്. അഞ്ജലി പറയുകയാണ്, രാജീവ് നമുക്ക് പിരിയാം, ഇനി ഞാൻ എൻ്റെ വഴിക്കും രാജീവിനെ വഴിക്ക് നീങ്ങാം, നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ട, ഈ ബന്ധം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അർജുനോട് അഞ്ജലി പറയുന്നൊരു സീനാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. അർജുനാണ് അഞ്ജലിയുടെ വാക്കുകൾ കേട്ടിട്ട് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, ഇങ്ങനെ അഞ്ജലി പറഞ്ഞു പോകുമ്പോൾ ഉറപ്പായിട്ടും അഞ്ജലി അങ്ങനെ ഇങ്ങോട്ടെങ്കിലൊക്കെ പറഞ്ഞു വിടാൻ നമ്മുടെ അർജുന് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു നിമിഷം എനിക്ക് തോന്നുന്നു അർജുൻ കാര്യങ്ങളെല്ലാം അഞ്ജലിയോട് തുറന്നു പറയും. എന്തുകൊണ്ടാണ് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാത്തത് എന്നും, അതായത് അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകനാണ് താൻ എന്നും അർജുൻ അഞ്ജലിയോട് തുറന്നു പറയുന്ന ഒരു സീനായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു പ്രൊമോയിൽ കണ്ട സീനിന് ശേഷമായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും ചെറിയൊരു പ്രൊമോയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇത് കൂടാതെ ഒരു ഫുള്ളി ലെങ്തി ആയിട്ടുള്ള വീക്കെൻഡ് പ്രൊമോ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.